CPM സംസ്ഥാന സമ്മേളനത്തിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷമ്മി പ്രഭാകർ ചേരുകയാണ്. ഷമ്മി, ഒരുപക്ഷെ പ്രതിനിധി സമ്മേളനത്തെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് AK ബാലൻ വളരെ വൈകാരികമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നെഞ്ചോട് അടുക്കി പിടിച്ച ഈ ചെങ്കടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം വളരെ വൈകാരികമായി ചോദിക്കുകയും ചെയ്തു. ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് രാജ്യത്ത് മോദി സർക്കാർ വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വർഗീയ നിലപാടുകളുമായി ഭരണം തുടരുമ്പോൾ ബദൽ ഉയർത്തിക്കൊണ്ട് കേരളം മുന്നിൽ തന്നെ നിൽക്കുകയാണ്. രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തായി കേരളം മുന്നിൽ നിൽക്കുന്നു. രാജ്യത്ത് ബദൽ നയസമീപനങ്ങൾ ഉയർത്തി കേരളം മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചേരുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ 4 ദിവസം ചേരുന്ന ആ സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന പ്രമേയങ്ങൾ, അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ രാജ്യം തന്നെ കാതോർക്കുകയാണ്. ഇത്തവണത്തെ സമ്മേളനത്തിൽ ഏറ്റവും വലിയ ആ സമ്മേളനത്തിൻ്റെ അജണ്ടകളിൽ ഒന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പുതിയ കേരളത്തിൻ്റെ വികസന കേരളത്തിൻ്റെ പുതുവഴികൾ നയരേഖ, വികസന രേഖ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ്. കേരളം എല്ലാ മേഖലയിലും 1ാം സ്ഥാനത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള സംഘപരിവാർ ശക്തികളടക്കമുള്ള വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളപ്രചാരണങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു 3ാം പിണറായി സർക്കാർ, 3ാം LDF സർക്കാർ എന്ന തരത്തിലേക്ക് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാകണം ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഈ സമ്മേളനത്തിൽ ഇനി 4 ദിവസം നടക്കാൻ പോകുന്ന പരിപാടികളൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? സിജു, 1964 പാർട്ടി രൂപീകരണത്തിന് ശേഷം ഇതുവരെ നടന്ന സമ്മേളനങ്ങളിൽ നിന്ന് ഒക്കെ ഇപ്പോഴത്തെ സമ്മേളനത്തിനൊരു വ്യത്യസ്തതയുണ്ട്. മുൻപൊക്കെ സമ്മേളനം നടക്കുമ്പോൾ ഒന്നീ പ്രതിപക്ഷത്തായിരുന്നു അല്ലെങ്കിൽ ഭരണപക്ഷത്തായിരുന്നു. ആ രീതിയിലായിരുന്നു സമ്മേളനം നടന്നിരുന്നത്. പക്ഷേ ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ഒരു തുടർഭരണത്തിൻ്റെ കാലത്ത് സമ്മേളനം നടക്കുക എന്നുള്ള വളരെ പ്രത്യേകമാർന്ന ഒരു സാഹചര്യമാണ് ഈ സമ്മേളനത്തിൻ്റെ കാലയളവിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി സമ്മേളനത്തിന് അങ്ങേയറ്റം ഗൗരവം വർദ്ധിക്കുകയാണ്. 2ാം പിണറായി സർക്കാർ കഴിഞ്ഞ് ഒരു 3ാം പിണറായി സർക്കാരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ പല തന്ത്രജ്ഞന്മാരും ആ രീതിയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ അടക്കം കോൺഗ്രസിനെ ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളടക്കം പിണറായി 3ാമത് വരുമോ എന്ന ചോദ്യം ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു നവകേരളം പുതുവഴികൾ എന്ന് പറയുന്ന ഒരു രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരുന്നു. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് 2ാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ തീരുമാനിച്ചിരുന്നത്. അതിലേതാണ്ട് 50% കാര്യങ്ങൾ 2ാം പിണറായി സർക്കാരിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. 3ാം പിണറായി സർക്കാരിലേക്ക് പോകുമ്പോൾ എത്ര കാര്യങ്ങൾ നടപ്പിലാക്കി, ഇനി ഏതൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം, എന്തൊക്കെ പുതുതായി ഉൾപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അദ്ദേഹം ഈ നവകേരളം പുതുവഴികൾ എന്നുള്ള ആ രേഖയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതിൽ അദ്ദേഹം വ്യക്തമാക്കും. അതിനുശേഷം 8ാം തീയതിയോടുകൂടി ആ സബ്ജക്റ്റിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച വീണ്ടും ഉണ്ടാകും. അങ്ങനെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയോട് കൂടിയായിരിക്കും ഈ സമ്മേളനം ഉറപ്പായും പിരിയുക. നേരത്തെ സൂചി ചോദിച്ചതുപോലെ തന്നെ AK ബാലൻ പറഞ്ഞ ആ ഒരു വാക്ക് തീർത്തും വൈകാരികമായ ഒരു വാക്കാണ്. കേരളം എവിടെ ആയിരുന്നു, ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്തിരിപ്പൻ ശക്തികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 1957 ആദ്യ EMS സർക്കാർ ഭരണത്തിൽ വന്നത് മുതൽ ഏതൊക്കെ തരത്തിൽ ഇടതുപക്ഷങ്ങളെ അട്ടിമറിക്കാമോ, ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാമോ, ആ രീതിയിലൊക്കെ വിമോചന സമരത്തിൻ്റെ നാൾ തൊട്ട് ഇന്നലെ വരെ വീണ ജോർജുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഔദ്യോഗിക രേഖ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരു വ്യാജരേഖ പുറത്തിറക്കി അതിൻ്റെ പുറത്ത് ചർച്ച നടത്തുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ വിരുദ്ധത അത്രമാത്രം ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ സർക്കാരിനോട്, പിണറായി സർക്കാരിനോട് സ്വീകരിക്കുന്ന സമീപനം നമുക്കറിയാം. അതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇന്ന് പ്രകാശ് കാരാട്ട് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. കാരണം കേരളത്തിലെ അതിൽ ആ പ്രകാശ് കാരാട്ടിലേക്ക് വരുന്നതിന് പ്രകാശ് കാരാട്ടിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാവുന്നതാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 2 ദിവസം മുമ്പാണ് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം ഒരു 3 കോളം വാർത്ത നൽകിയത്. വിഭാഗീയതയുടെ കനൽ ഒരു തരി പോലും ഇല്ലാത്ത തരത്തിലുള്ള സമ്മേളനം, അതാണ് കൊല്ലത്ത് നടക്കുന്ന CPMൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വലിയ തരത്തിലുള്ള വിഭവമാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളും. അവിടെ വിഭാഗീയത, നേതാക്കൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്, വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്, ഇവിടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ
ആ പത്രം പ്രയോഗിച്ചതുപോലെ തന്നെ ഒരു തരി പോലുമില്ലാത്ത വിഭാഗീയത, വളരെ കൃത്യമായ അച്ചടക്കത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനം എങ്ങനെ ആയിരിക്കണം എന്ന് കാട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സമ്മേളനം അത് തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത്. അതിൻ്റെ തുടക്കമായിരുന്നു നമ്മൾ രാവിലെ കാണുകയും ചെയ്തു. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ രാവിലെ എം എ ബേബി അടക്കമുള്ളവർ, എ വിജയരാഘവൻ അടക്കമുള്ളവർ നമ്മളോട്, കൈരളി ന്യൂസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചില മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പ്രചാരവേല നടത്താതെ കഴിയില്ല എന്ന സാഹചര്യം, അങ്ങനെ മാധ്യമങ്ങളുടെ പ്രചാരവേല പോലും പൊളിഞ്ഞു പോകുന്ന തരത്തിലേക്ക് ഒരു സമ്മേളനം, വളരെ കെട്ടുറപ്പുള്ള ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ പാർട്ടി ആ സംവിധാനം ഒരു സമ്മേളനം നടത്തുമ്പോൾ അത് രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി മാതൃകയാകുകയാണ്. സിജു, CPIM എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ കേന്ദ്ര തലം വരെ കൃത്യമായ സമ്മേളനങ്ങൾ 3 വർഷം കൂടുമ്പോൾ നടത്തി അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ ഇതെല്ലാം ഉള്ള ഒരു പാർട്ടി തന്നെയാണ് CPIM. ഉൾപാർട്ടി ജനാധിപത്യം അത് വളരെ കൃത്യമായി നടപ്പാക്കുന്ന പാർട്ടിയാണ് CPIM. ഏതൊരാൾക്കും പാർട്ടി ഘടകത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നിലനിൽക്കെ തന്നെ പാർട്ടി ഘടകം ഏതൊരു തീരുമാനമെടുത്താലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത കൂടി ഈ വ്യക്തിക്കുണ്ട്. അതാണ് അഭിപ്രായങ്ങൾ ഏത് ഘടകത്തിലും തുറന്നു പറയാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. ആ രീതിയിൽ ഉൾപാർട്ടി ജനാധിപത്യത്തെയാണ് ഇവിടെ പല മാധ്യമങ്ങളും വിഭാഗീയതയെന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ആൾക്കാർ അഭിപ്രായം പറയുകയും പരസ്പരം കൂടിയിരുന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ കടന്നുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. ഇതിലൊരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് വിഭാഗീയത കൊണ്ടാണ്, ഇത് വിഭാഗീയത കൊണ്ടാണ് എന്ന വ്യാഖ്യാനം നൽകുന്നത് സ്വാഭാവികമായും മാധ്യമങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ഈ പറയുന്നത് പോലെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അതിനെ ആ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. പക്ഷേ CPIM-നെ സംബന്ധിച്ചിടത്തോളം അത്തരം ചർച്ചകൾ അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത്തരം ചർച്ചകൾ തന്നെയാണ് CPIM-നെ വ്യത്യസ്തമാക്കുന്നത്. അത്തരം ചർച്ചകൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജഡാവസ്ഥയിലേക്ക് ഒരു പ്രസ്ഥാനം പോവും. ഏതൊരു പ്രസ്ഥാനവും അതിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ബ്രാഞ്ച് തലം മുതലുള്ള എല്ലാ ഘടകങ്ങളിലും കൃത്യമായി ഓരോ വ്യക്തിക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുകയും അത് കേൾക്കുകയും അത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകയും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്.